കിസ്മത്ത് അവസാന ഭാഗം. രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡോറൊന്നും അറിയാതെ പേര് ഞാൻ ഉച്ചരിച്ചു. അജാസ്. ആഹാ, അപ്പം മോൾ എന്നെ മറന്നിട്ടില്ലല്ലേ? അവനകത്തേക്ക് ഇടിച്ചു കയറി. ഒരു പുച്ഛഭാഗത്തോടെ ഡോറിനരികത്തൊന്നും മാറാതെ ഞാൻ അവനെയും നോക്കി നിന്നു. നല്ല വീടൊക്കെയാണല്ലോ, എങ്ങനെ ഒപ്പിച്ചെടുത്തു? വല്ല സെറ്റപ്പും ഉണ്ടാവോ? പോയിന്റ് മോനെ, പോടാ അവിടുന്ന്. എന്ത് ധൈര്യത്തിലാ എന്റെ മുന്നിൽ വരാൻ തോന്നിയേ? എന്റെ മുഖത്ത് നോക്കിയാൽ പറയാൻ എന്താ അവകാശമാണ് നിനക്കുള്ളത്? ചൂടാവാതെ മുത്തേ, ദേഷ്യം വരുമ്പോ എന്തോ ഭംഗിയാന്നറിയാം നിന്നെ കാണാം. മുഖമൊക്കെ ചുവന്ന് എന്തോ കൺട്രോൾ പോകുന്നു വേണ്ടേ. യു പാസ്റ്റ് ഇറ്റ്. എനിക്കധികം കേട്ടിൽക്കാനുള്ള ക്ഷമയിലായിരുന്നു. അവനിട്ടൊന്ന് പൊട്ടിക്കാൻ എൻ്റെ കൈകൾ ഉയർന്നു. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് ഒന്ന് വട്ടം ചുറ്റി പിടിച്ച് എൻ്റെ പുറകിൽ അവനോട് ചേർത്ത് നിർത്തി. അങ്ങനെ അങ്ങ് നെകളിച്ചാലോ പെണ്ണേ? നീ എന്താണ് വിചാരിച്ചേ? ആരും അറിയാതെ ഈ ഓണം കയറാ മൂലയിൽ വന്ന് താമസിച്ച അജാസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയ ചക്കരെ ഇടില്ല ഞാൻ. ബാപ്പയും മോളും കൂടെ ഞങ്ങളെങ്ങ് ഒലത്തുമെന്ന് വിചാരിച്ചു കാണും അല്ലേടി? എന്താ ജൂ ഇത്? ആ കൊച്ചിനെ എങ്ങനെ പേടിപ്പിച്ചാൽ എങ്ങനെയാ? ഒന്ന് മയത്തിലൊക്കെ പറയണ്ടേ മോനെ? ശബ്ദം കേട്ട് ഞാൻ ഡോറിനടുത്തേക്ക് നോക്കി. യാസങ്കിൾ, അജാസിന്റെ പപ്പ. മോൾക്ക് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അങ്കിൾ എത്ര കാലമായി മോളെ തിരയാൻ തുടങ്ങിയിട്ട്. എന്തിനായിരുന്നു മോളെ ഈ ഒളിച്ചു കളി? അജാസ് എന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഞങ്ങൾ ഉപദ്രവിച്ച് മതിയായില്ല. ഇനിയും എല്ലാം നിങ്ങൾ എടുത്തില്ലേ? ഇനി ഞങ്ങൾ വെറുതെ വിട്ടൂടെ? ദേഷ്യം തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് അവരോട് അപേക്ഷിച്ചു. അതെങ്ങനെ ശരിയാവും? ആ വീടെന്തായാലും ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒരു ടിസ്റ്റ്. അവിടെ ഒരു റിസോർട്ട് പണിയാൻ ഒരു കമ്പനിക്ക് ഞാൻ എഗ്രിമെന്റ് കൊടുത്തുപോയി. ഇനിയിപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞാൽ പിന്നെ നഷ്ടപരിഹാരം ചോദിക്കും. അതൊക്കെ വലിയ ചിലവുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, അയാൾ പോക്കറ്റിൽ നിന്ന് പേനെടുത്ത് ടോപ്പ് ഊരിന്റെ നേർക്ക് നീട്ടി. ഉടനെ അജാസ് ഫയലിൽ നിന്ന് പേപ്പേഴ്സ് എടുത്ത് എന്റെ മുന്നിലുള്ള ടേബിളിൽ നിരത്തി. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വേഗം ഓരോ സൈൻ ചെയ്തേ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. ആ പേപ്പേഴ്സിലേക്കും പേനയിലേക്കും ഞാൻ മാറി മാറി നോക്കി. നടക്കില്ല, നിങ്ങൾക്ക് ആ വീട് കിട്ടാൻ പോകുന്നില്ല, സമ്മതിക്കില്ല. അതിന് ഈ ആഴ്ചയുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ശരി. ആദ്യം തന്നെ ഇങ്ങനെ ഉടക്ക് പറയാതെ മോളെ, മര്യാദക്ക് ഒപ്പിട്ടോ. നീ ഒച്ച വെച്ചിട്ടോ തടയാൻ ശ്രമിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇവിടെ ആരില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാ ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. ഇനി എന്തെങ്കിലും ബുദ്ധിപരമായി നീങ്ങിയാലേ രക്ഷയുള്ളൂ. ശക്തി കൊണ്ട് ഒരിക്കലും ഇവരെ നേടാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഞാൻ ടേബിളിന്റെ അടുത്തേക്ക് നടന്ന് പേന കയ്യിലെടുത്തു. അയാൾ സോഫയിലിരിക്കുകയാണ്. അജാസിന്റെ അടുത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് കൊണ്ട് അവനെ തല നോക്കിയൊന്ന് കൊടുത്തു. അപ്രതീക്ഷിതമായ ആക്രമണമായതുകൊണ്ട് അവനവിടെ വീണു. ആ തക്കം നോക്കി ഞാൻ ഓടി അടുക്കളയിലേക്ക് കയറി. ഡോർ അടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്കിൾ ഡോറിനൊരു ചവിട്ട്. ഞാൻ പേടിച്ച് പുറകോട്ട് ഓരോ അടി വെക്കുമ്പോഴും അയാൾ എന്നെ ഇരയെ പിടിക്കാനെന്ന പോലെ പതുക്കെ എന്റെ നേരെ വരുന്നുണ്ട്. കിച്ചൺ റാക്കിൽ തട്ടി ഞാൻ നിന്നു. രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കണ്ണുകൾ ചുറ്റും പരതി. ഇനിയിപ്പോ നിന്നോട് ഞാൻ എന്തു പറയാനാ? മര്യാദക്ക് പറഞ്ഞപ്പോ നിനക്ക് അഹങ്കാരം. എന്നാ ഇനി നിന്നെ അങ്ങ് സ്നേഹിക്കാൻ പോവച്ചേ. നിന്നെ ഈ നോട്ടം പോലും എന്നെ വികാരം കൊള്ളിക്കാൻ മോളെ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നിന്റെ സൗന്ദര്യത്തിനൊരു കുറവുമില്ലോടെ ഈ മാലാക കുട്ടി. ആർപ്പുളവാക്കുന്ന അയാളുടെ വാക്കുകൾ ഓരോന്ന് കൂരമ്പുകൾ കണക്കി എന്റെ നെഞ്ചിൽ തറച്ചു. അയാളുടെ കൈകൾ എന്റെ മുഖത്തൂടെ ചലിച്ചുകൊണ്ടിരുന്നു. പ്രതിമ കണക്കെ ഞാൻ അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശ്വാസം തൊണ്ടക്കുള്ളിൽ തങ്ങി നിൽക്കുന്ന പോലെ പിടഞ്ഞു. വയറിൽ അമർത്തിപ്പിടിച്ച അയാൾ പതുക്കെ പുറകിലേക്ക് നോക്കി. എന്റെ കണ്ണുകൾ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച കത്തിയിൽ നിറയെ രക്തമായ അജാസ് തൊട്ടുപിറകിൽ. അവൻ വീണ്ടും അയാളുടെ വയറിന്റെ ഒരു സൈഡിലൂടെ കത്തി കുത്തി കയറ്റി. ചൂട് രക്തം അവിടെ ഒന്നാകെ തെറിച്ചു. കൺമുമ്പിൽ കണ്ട സത്യം വിശ്വസിക്കാനാവാതെ എന്റെ കൈകാലുകൾ വിറച്ചു. വാപുത്തി ഞാൻ അവിടെ തളർന്നിരുന്നു. അപ്പോഴേക്കും അയാൾ അവിടെ വീണിരുന്നു. അജാസ് കത്തിയിലെ രക്തം സ്വന്തം കൈകൊണ്ട് തുടച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഞാൻ മോഹിച്ച ആരെങ്കിലും സ്വന്താക്കാൻ ശ്രമിച്ച കുത്തി കീറും. അതിന് സ്വന്തം ബാപ്പയായാലും ശരി. അജാസിന്റെ അങ്ങനെ മുഖം ആദ്യമായിട്ട് കാണുകയായിരുന്നു. അങ്കിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കൈകൾ കൊണ്ട് എന്നെ എത്തിപ്പിടിക്കാൻ നോക്കുന്നു. അതുകൊണ്ട് അജാസ് ഒരു സൈക്കോ പോലെ അയാളുടെ അടുത്തേക്ക് വന്ന ആ കൈപ്പത്തിക്ക് നേരെ ഒരു വെട്ട്. മൂർച്ചയുള്ള കത്തിയുടെ പ്രഹരം കൊണ്ട് കൈപ്പത്തിയേറ്റ് എന്റെ മുന്നിലേക്ക് വന്ന് വീണു. ഞാൻ ഭയന്നു ഉറക്കെ കരയാൻ പോലും ആവാതെ അവിടെ ഇരുന്നു. നിന്നോടല്ലേടാ കിളവ പറഞ്ഞ് ഇവളെ എന്റെ ആണെന്ന്? അവളെ നോക്കാൻ പോയിട്ടും തൊടാൻ പോലും സമ്മതിക്കില്ല ഞാൻ. മുന്നിൽ നടക്കുന്ന ഭയാനക ദൃശ്യങ്ങൾ. ശ്വാസം എടുക്കാൻ പോലും പറഞ്ഞ ഒരു മൂലയിൽ കൂനിക്കൂടിയിരുന്നു. അങ്കിൽ ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി പിടയുന്ന എനിക്ക് കാണാം. അജാസിന്റെ അരികിൽ വന്നിരുന്ന് എന്റെ മുഖത്തേക്ക് നോക്കി. ഈ കടകുട്ടി പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ, ഇനി ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോയില്ല. നിന്നെ എനിക്ക് വേണം. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം കൊണ്ട് മൂടണം നിന്നെ. അന്ന് ഈ തെണ്ടിയുടെ വാക്കിയിട്ട് നിന്നെ നിവൃത്തിയില്ലാതെ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഒരു കാര്യം ഒന്ന് തീരുമാനിച്ചതാ. കുറച്ച് കാശുണ്ടാക്കി നിന്നെയും കൂടി നാട് വിടണമെന്ന്. പിന്നെ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനുവേണ്ടി പലതും ചെയ്തു. എത്രയോ നിരപരാധികളുടെ ജീവൻ ഈ കൈകളാൽ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും തുടക്കിയിട്ട് അന്ന് ജന്മം തന്ന ബാപ്പയും. എൻ്റെ കൈകൾ കൊണ്ട് തന്നെ ചാവാനുള്ള മൂപ്പര് വിധി. പണം ഉണ്ടാക്കി വന്നപ്പോഴേക്കും നിന്നെ കാണാനില്ല.
കുറേ സ്ഥലങ്ങൾ ഒരു ഭ്രാന്തനെ പോലെ അന്വേഷിച്ചു. ഈ അടുത്താ നിന്റെ ഒരു വീഡിയോ കണ്ടത്. സ്റ്റേജിൽ ആടിപ്പാടും നിന്നെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല ബേബി. എൻ്റെ പഴയ CA ഞാൻ അതിൽ കണ്ടു. ഉടനെ ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിയതാ. പക്ഷേ ചില ഡ്രഗ് ഡീലേഴ്സായിട്ട് ഒരു ഉടക്ക് നാട് വിടേണ്ടി വന്നു. ഇന്നലെ വീണ്ടും തിരിച്ചു വന്ന് നിന്നെ കൊണ്ട് പറക്കാനായിരുന്നു ഉദ്ദേശം. അതിനായിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ബാപ്പയും കൂടെ പോന്നു. അയാൾക്ക് നിന്നെ കണ്ട് സ്വത്ത് വാങ്ങിക്കണമെന്ന് പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ കേൾക്കാതെ വണ്ടി കയറിയായിരുന്നു. അയാൾക്ക് ആവശ്യം സ്വത്തല്ലേ. അതും കൊടുത്ത് അയാളെ ഒഴിവാക്കിയാൽ പിന്നെ നമുക്ക് പോകാൻ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി അയാളെ കൂടെ കൂട്ടി. പക്ഷേ തന്തയ്ക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടുനിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയില്ല. എന്നെ നിയന്ത്രണം വിട്ടു. പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതൊന്നും കണ്ട് മോള് പിടിക്കണ്ട. എഴുന്നേൽക്ക്, വാ നമുക്ക് പോവാം. ആരും എത്താത്ത സ്ഥലത്തേക്ക് വാ, എഴുന്നേൽക്ക് ബേബി. അജാസ് തീർത്തൊരു സൈക്കോയായി മാറിയിരിക്കുന്നു. അവന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയത്തേക്കാൾ ഭ്രാന്തന്റെ പക തെളിഞ്ഞി കാണുന്നുണ്ട്. പെട്ടെന്ന് പുറത്തുനിന്നൊരു വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടു. അജാസിന്റെ കണ്ണുകൾ വേട്ടനായ്ക്കളെ പോലെ തിളങ്ങി. അവൻ എന്നെയും പൊക്കിയെടുത്ത് റൂമിൽ കയറി ബാത്റൂം ഡോറിന് പിന്നിൽ പതിഞ്ഞിരുന്നു. കാതുകൾ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് എന്റെ വാ ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. മറുകൈയിലെ കത്തി എന്റെ കഴുത്തിന് നേരെ പിടിച്ചു. ഇഷയെ അവിടെ വിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നെങ്കിലും വീണ്ടും അവളെ കാണാൻ വല്ലാത്ത ആഗ്രഹം. പോയി നോക്കിയാലും എന്ന് പറഞ്ഞ് വീട്ടിൽ കയറും. അപ്പോഴാണ് അവളുടെ സ്കൂട്ടി ചേച്ചിയുടെ വീട്ടിലാണെന്ന് ഓർമ്മ വന്നത്. ഉടനെ തന്നെ ഞാൻ വണ്ടി എടുക്കാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി അവളെ കാണാൻ പുറപ്പെട്ടു. മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥ പോലെ. അവളെ കാണാൻ പോകുന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. വീട്ടിലെത്തി. എവിടെയും വിളിച്ചില്ലല്ലോ. അവൾ ഇറങ്ങിയോ? വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇന്നെങ്കിലും സമാധാനമായിട്ട് ഇറങ്ങിക്കോട്ടെ. തിരിച്ച് ഗേറ്റിലെത്തിയപ്പോൾ അവിടെ പാർക്ക് ചെയ്തൊരു കാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എന്തോ ഒരു ടെൻഷൻ, വല്ലാതെ വീർപ്പ് മുട്ടുന്ന പോലെ. ഞാൻ അവളെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. റിംഗ് കൊണ്ട് എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. കൂടെ തന്നെ ഗോവണി വഴി മെല്ലെ എത്തി കതകിന് തട്ടി. മെല്ലെ തള്ളി നോക്കിയപ്പോൾ അത് ചാരി വെച്ചിട്ടേ ഉള്ളൂ. തുറന്നപ്പോൾ തന്നെ പച്ചച്ചോരയുടെ സ്മെല്ല് അനുഭവപ്പെട്ട് ഞാൻ പേടിയോട് ഉറക്കെ വിളിച്ചു, ഇഷ. ഒരു പ്രതികരണവുമില്ല. ചുവനിൽ തപ്പി ലൈറ്റിട്ടു. ആകെ അലങ്കോലമായി കിടക്കുന്ന ഹാള്. ഞാൻ കിച്ചണിലേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരാൾ ചോരയിൽ കുളിച്ച് ജീവനില്ലാതെ കിടക്കുന്നു. എന്റെ കാലുകൾ തളരുന്നു. ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും അവളെ വിളിച്ച് അവിടെയെല്ലാം നടന്നു. അവളുടെ ബാത്റൂമിൽ നിന്ന് ആരുടെയോ അടക്കി പിടിച്ച നിശ്വാസം പോലെ ഞാൻ ഡോറ് ചവിട്ടി തുറന്നു. അവിടെ കത്തിമുന്നിൽ നിൽക്കുന്ന ഇഷയെ കണ്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. അവളുടെ കണ്ണുകൾ തുറന്നാണെങ്കിലും അവളൊന്നും അറിയുന്നില്ലെന്ന് തോന്നി. മരവിച്ച് നിർവികാരമായി നിൽക്കുകയായിരുന്നു അവൾ. അജാസ് ഇഷയെ കൂടുതൽ അടുത്തേക്ക് പിടിച്ചു. അയാളുടെ കണ്ണുകളിൽ അവളോടുള്ള അടക്കാനാവാത്ത പ്രണയം കാണുന്നുണ്ട്. അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു. ഇഷ, കൂൾ, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്നെ ആരും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പതിയെ ഞാൻ അയാൾക്കടുത്തേക്ക് നടന്നു. അവൻ ഐഷയെ അവിടെ വിട്ട് എന്നെ നേരെ കത്തിയോങ്ങി. ഒഴിഞ്ഞു മാറിയെങ്കിൽ എന്റെ കാല് നടന്ന് ഞാൻ അവിടെ നിലത്തി വീണു. ഇരയെ കിട്ടിയ സിംഹത്തെ പോലെ അവൻ അട്ടാസിച്ചുകൊണ്ട് എന്നെ നേരെ ചാടി വീണു. ഞാൻ ഉരുണ്ടു മാറി. ചാടി എഴുന്നേറ്റ് ചെറിയ മൽപ്പിടുത്തതിന് ശേഷം അവന്റെ മെയ്ക്കരത്തിൽ ഞാൻ വീണുപോയി. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ വീണുപോയ കത്തിയെടുത്ത് പിന്നെയും വന്നു. കൈ ഉയർത്തി എന്നെ കുത്താൻ വേണ്ടി അവൻ പെട്ടെന്ന് കൈ താഴ്ന്ന് കത്തി താഴെ വീണു. കണ്ണു തള്ളി അവൻ എന്റെ സൈഡിലേക്ക് മറിഞ്ഞു വീണു. അവന്റെ പുറകിൽ ഒരു ഇരുമ്പിന്റെ സ്റ്റാൻഡുമായി അവൾ നിന്ന് കിതക്കുന്നു. എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും അവൾ അവിടെ തളർന്നു വീണിരുന്നു. ഞാൻ വേദന അമർത്തി പിടിച്ച് നിരങ്ങി അവളുടെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ചു. ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ പുലമ്പുന്ന അവളുടെ അത്തരങ്ങൾ എന്റെ ചുണ്ടുകളാൽ ഞാൻ സ്വന്തമാക്കി. ഒടുക്കം ബോധം നഷ്ടപ്പെട്ട് അവൾ എന്റെ മടിയിലേക്ക് വീണു. നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. സ്റ്റേജിൽ ആങ്കർ വെൽക്കം ചെയ്യുകയാണ്. ഈ വർഷത്തെ ബിസിനസ് അവാർഡ് ദാന ചടങ്ങാണ് നടക്കുന്നത്. ദി ബെസ്റ്റ് ബിസിനസ് മാൻ അവാർഡ് ഗോസ് ടു സത്യത്തിൽ മാനല്ല, വുമൺ ആണ് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് മിസ് ഐഷ സിയ. നിറഞ്ഞ കയ്യടികളോടെ അവൾ സ്റ്റേജിലേക്ക് കയറി. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം എല്ലാവരോടും നന്ദി പറഞ്ഞു. മുന്നിൽ തന്നെ ഇരിക്കുന്ന അവളുടെ പപ്പയും ഉമ്മയും പാറും സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ശരിക്കും ഇതിന്റെ അവകാശി ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നതിന്റെ ഫെബിക്കാണ്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അവന് മാത്രം അവകാശപ്പെട്ടതാ. നിർഭാഗ്യവശാൽ അവനിപ്പോൾ നാട്ടിലില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നേനെ. ഫെബിൽ, നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവൻ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ലവ് യു ഡിയർ, ലവ് യു സോ മച്ച്. അവന്റെ ഉപ്പയും ഉമ്മയും വല്യമ്മയും അവന്റെ അനിയനും എല്ലാവരും അവളുടെ സ്നേഹത്തിന് മുമ്പിൽ നിറഞ്ഞ മനസ്സുമായി അവൾ ആലിംഗനം ചെയ്തു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഫെബിലിന്റെ മനസ്സിലൂടെ അന്നത്തെ സംഭവങ്ങൾ കടന്നുപോയി. എന്നെ രക്ഷിക്കാൻ ഐഷ അവന്റെ തലക്കടിച്ചുവെങ്കിലും അവൻ മരിച്ചിരുന്നില്ല. അവനെ ഹോസ്പിറ്റലാക്കി. കോടതി അവനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. സ്വന്തം ഉമ്മ പോലും അവനെ തള്ളി പറഞ്ഞു. മറ്റുള്ളവരാൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൻ മുഴുഭ്രാന്തനായി മാറി. 2 വർഷത്തെ ചികിത്സ കൊണ്ട് ഇപ്പോൾ ഭേദമായെങ്കിലും ചെയ്ത പാപങ്ങളോർത്ത് നീറി കഴിയുകയാണ് അവൻ. തെറ്റ് ചെയ്തവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ കുടുങ്ങുക തന്നെ ചെയ്യും. അന്നത്തെ കൊലപാതകം നേരിട്ടേണ്ട ഐഷയുടെ മനസ്സിന്റെ താളം തെറ്റി. 6 മാസത്തോളം ഹോസ്പിറ്റലിൽ. അവളെ തിരിച്ചു കൊണ്ടുവരാൻ താൻ ഊണുറക്കമില്ലാതെ അവളുടെ കൂടെ തന്നെ നിന്നു. എന്റെ അവസ്ഥ കണ്ട ഉമ്മയും ഉപ്പയും ഫുൾ സപ്പോർട്ടും തന്നു. അവളെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പപ്പ തന്നെ മുന്നിട്ടിറങ്ങി.
അവരോടൊക്കെ തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അവൾ ഒരുവിധം ഓക്കെ ആയ ശേഷം അവളെ സ്വന്തം വീട്ടിൽ പപ്പാക്കും ഉമ്മാക്കും പാറുവിനൊപ്പം അവൾ താമസം തുടങ്ങി. ഞാൻ ഹയർ സ്റ്റഡീസിന് യൂറോപ്പിൽ പോയി. എന്നും അവൾ വിളിക്കും. ഇനി ഒരിക്കലും തനിച്ചില്ലെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കി. അവരുടെ കമ്പനീസ് മൊത്തം അവർക്ക് തന്നെ തിരിച്ചു കിട്ടി. അവളിപ്പോൾ എല്ലാം നോക്കി നടത്തുന്നു. സഹായത്തിന് 2 പപ്പമാരും. ഇപ്പൊ 2 വർഷത്തിന് ശേഷം അവൾ നേരിട്ട് കാണാൻ പോവുകയാണ്. മനസ്സുവല്ലാതെ തുടിക്കുന്നുണ്ട്. അടുത്ത വീക്കിൽ ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ തിരക്കിലാണ് 2 വീട്ടുകാരും. ആദ്യം അവളുടെ വീട്ടിലേക്കാണ് ചെന്ന്. പാറു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മേനെ അകത്തേക്ക് ക്ഷണിച്ചു. ഈശ എവിടെയെന്ന് പാറുവിനോട് ഞാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവള് റൂമിലുണ്ട്. ഇക്ക വരുന്ന അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. ചെന്നോക്ക്, സർപ്രൈസ് ആവട്ടെ. ഞാനൊരു പുഞ്ചിരിയോടെ മുകളിൽ അവളുടെ മുറിയിൽ കയറി. മുന്നിലെ ബോർഡിൽ പെയിന്റിംഗ് വർക്കിലാണ്. ഞാൻ പുറകിൽ ചെന്ന് എത്തി നോക്കി. എന്റെയും അവളുടെയും മനോഹരമായ ചിത്രം തന്റെ മാറോട് ചേർന്ന് അവൾ നിൽക്കുന്നു, ശരിക്കും ജീവനുള്ള പോലെ. അത്ഭുതത്തോടെ ഞാൻ അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്റെ പെണ്ണേ, നിന്റെ പ്രണയം കൊണ്ട് അതിന് ജീവൻ നൽകൂ സഖി. ഞെട്ടിത്തിരിഞ്ഞ അവൾ എന്നെ നോക്കി. ഒരു നിമിഷം ആ കണ്ണുകളിൽ ഞാൻ എന്നോടുള്ള പ്രണയം, വിരഹം, പരിഭവം, കുസൃതി എല്ലാം മാറി മാറി വിരിയുന്ന ആസ്വദിച്ചുകൊണ്ട് നിന്നു. കുറച്ചു നേരത്തെ മരവിപ്പിന് ശേഷം അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏയ്, ഇനി ഈ കണ്ണുകൾ നിറയില്ലെന്ന് എനിക്ക് നീ വാക്കാന്നല്ലേ? എന്നിട്ടും എന്തിനാ? ഈ സന്തോഷം കൊണ്ടാ ഫെബിൽ. തന്നെ എത്രമാത്രം മിസ് ചെയ്യുന്ന എനിക്ക് പറഞ്ഞിരിക്കാനാവില്ല. ഞാൻ അവളുടെ മുഖം എൻ്റെ ഒരു വിരൽ കൊണ്ട് ഉയർത്തി. നാണത്താൽ അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ട്. പതിയെ ആധരങ്ങൾ എൻ്റെ ചുണ്ടുകളാൽ തേന്നുണഞ്ഞു. ശ്വാസം മുട്ടുവോളം ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. പ്രണയം കൊണ്ട് പുതിയൊരു കാവ്യം സൃഷ്ടിക്കാൻ എൻ്റെ ഹൂറിയയും കൊണ്ട് പുതുപ്രതീക്ഷകളുമായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.